നമസ്കാരം, എബിനാണ്. സ്വദേശം കൊട്ടാരക്കരയാണ്. ഞാൻ ഇന്ന് വന്നത് ഒരു 4 വർഷത്തെ പ്രണയത്തിന്റെ കഥ പറയാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള 2 പേരുടെ പ്രണയം. 4 വർഷമായിട്ട് ആ പയ്യൻ ആ പെണ്ണിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ഒരു ദിവസം ഇത് സീരിയസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളെല്ലാം കൂടി അവർക്കത് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരു കഫേയിൽ ഒരു ടേബിളിൻ്റെ അപ്പുറം ഒരു കോഫിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറയാനുള്ളൊരു അവസരം ഞങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ 4 വർഷത്തെ ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു ക്യൂരിയോസിറ്റി എല്ലാം ഉണ്ട്. അവൻ പറയാൻ ഇരിക്കുന്നു, ആ കസേരയിലിരുന്ന് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങളെല്ലാം തൊട്ടടുത്ത കസേരകളിലുണ്ട്. അവർ രണ്ടുപേരും ഒരു ടേബിളിന് അപ്പുറം ഇരുന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ്റെ ഇഷ്ടം പറഞ്ഞു. ഞാൻ ഇതുപോലെ 4 വർഷമായിട്ട് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ ഭാഗം സീരിയസ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് എൻ്റെ സുഹൃത്തുക്കൾ നിന്നെ ഇത് പറയാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തൊക്കെ പറഞ്ഞിട്ട് ഇൻട്രോ ഒക്കെ പറഞ്ഞു തുടങ്ങി. എനിക്കിതിനെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെയാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു. എനിക്ക് യാത്രകളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് എൻ്റെ കൂടെ സുഹൃത്തായി, പെങ്ങളായി, അമ്മയായി, ഭാര്യയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ലൈനിൽ അപ്രോച്ച് ചെയ്ത് ഏകദേശം ആ പെണ്ണ് ഇതിനെല്ലാം വളരെ പോസിറ്റീവായിട്ട് കേട്ടോണ്ടിരിക്കുക. വളരെ പോസിറ്റീവ് മൈൻഡിലൂടെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും, നല്ല ഇതായിട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെയാണ്, അവർ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആയി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ്, ഇഷ്ടങ്ങളെല്ലാം ഇവൻ പറഞ്ഞു കഴിഞ്ഞ് ആ പെണ്ണിൻ്റെ കുറേ സജഷൻസ് ഇങ്ങോട്ട് പറഞ്ഞ് ഇവരെല്ലാം പറഞ്ഞു. അവസാനം ക്ലൈമാക്സിൽ നമുക്ക് അറിയണമല്ലോ, നമുക്ക് കല്യാണം കഴിക്കണോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഈ പെണ്ണിൻ്റെ ഊഴമായി തിരിച്ച് മറുപടി പറയാനുള്ള പെണ്ണിൻ്റെ ഊഴത്തിൽ പെണ്ണ് പറഞ്ഞു, താൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കിഷ്ടമാണ്. യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, നല്ല ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്, സുഹൃത്തുക്കളോട് കറങ്ങാൻ ഇഷ്ടമാണ്, ഇതെല്ലാം എനിക്ക് ഓക്കെയാണ്. പക്ഷേ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്ത് ചെയ്യും? കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അതെന്താ അങ്ങനെ പറയുന്നത് വെച്ചപ്പം അവർ പറഞ്ഞു, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പം കാനഡ, UK എന്നൊക്കെ പോലെയുള്ള ഒരു രാജ്യത്ത് നല്ലൊരു പ്രൊഫഷനായിട്ട് നിൽക്കുന്ന ഒരാൾ, ഈ പെണ്ണ് നേഴ്സാണ്, നല്ലൊരു പ്രൊഫഷണലി നല്ല അല്ലെങ്കിൽ ഫിനാൻഷ്യലി നല്ല സൗണ്ടായിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കണം, വെളി രാജ്യത്ത് സെറ്റിൽ ആവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതൊഴിച്ച് ബാക്കി നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് ഓക്കെയാണ്. നിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരണമെങ്കിൽ ഞാൻ വരാം, നിൻ്റെ കൂടെ ട്രിപ്പ് വരണമെങ്കിൽ ഞാൻ വരാം, എൻജോയ് ചെയ്യണമെങ്കിൽ വരാം, നല്ലൊരു സുഹൃത്തായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഇതൊക്കെ പറഞ്ഞിട്ട് ഇവന് ഭയങ്കര കൺഫ്യൂഷനായി. ഇവൻ ഇത്രത്തോളം സീരിയസ് ആയിട്ട് അവൻ പറഞ്ഞ ആ പെണ്ണിനോട് ഈ കാര്യങ്ങളൊക്കെ. അവസാനം ഇവര് അന്ന് ഞങ്ങൾ ഗുഡ് ബൈ പറഞ്ഞ് പിരിഞ്ഞു. ഇവർ തമ്മിൽ അങ്ങോട്ട് കൊണ്ട് ഫോൺ വിളിയുണ്ട്. വീണ്ടും ഇവൻ ഇത് തന്നെ പറഞ്ഞു, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ നീ വേണം എന്നൊക്കെ ഉള്ള ഒരു രീതിയിലൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആ പെണ്ണ് ഒരു ദിവസം വിളിച്ചു, വരാൻ പറഞ്ഞു, നമുക്ക് നേരിട്ട് കാണാം, കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു. നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്ന് ചോദിച്ചു. നമുക്ക് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകാം, പോകുമ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മൂന്നാറിലേക്ക് ഒരു 3 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് അവർ പോയി 3 ദിവസം അവർ മൂന്നാറിൽ അവരെ കൊണ്ട് പറ്റുന്ന 2 പേരും ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ നല്ലൊരു റിസോർട്ടിൽ റൂം എടുത്തു. അവർ 3 ദിവസം അവിടെ കറങ്ങി എല്ലാ കാര്യങ്ങളും അവരുടേതായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അവർ 3-ാമത്തെ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇവരെ ഞങ്ങൾ വിളിക്കാൻ വേണ്ടി പോവുക. വന്നവരെ ഞങ്ങൾ കാണാൻ വേണ്ടി പോവുക. കണ്ടപ്പോൾ ഈ 2 പേർക്കും 4 വർഷത്തെ പ്രണയം, അതായത് ആത്മാർത്ഥമായി 4 വർഷം ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട ഒരാളുടെ അവനോട് ഞങ്ങൾ ചോദിച്ചു, എടാ നിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് കല്യാണം വേണ്ട എന്നുള്ള തീരുമാനം എടുത്തിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ കല്യാണം കഴിക്കാതെ തന്നെ ഈ ഒരു സൗഹൃദം മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു തീരുമാനം എടുത്തു. അപ്പോൾ കല്യാണം കഴിക്കണ്ട, കല്യാണം ഒഴിച്ച് ബാക്കി എല്ലാം കഴിഞ്ഞു എന്നുള്ളതാവൻ പറഞ്ഞു. ആ പെണ്ണും പറയുന്നതാ. ഇപ്പോൾ അവൻ്റെ ആ ഒരു കല്യാണം കഴിക്കണം എന്നുള്ള ആ ഒരു ഇതൊക്കെ മാറി. ഇപ്പം ഇങ്ങനെ തന്നെ പോയാൽ നമ്മൾ 2 പേരിൽ ആരെങ്കിലും ഒരാൾ കല്യാണം കഴിക്കുന്നതിന് വരെ ഈ ഒരു റിലേഷൻ അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ 2 പേരും ഫൈനലൈസ് ചെയ്തത്. അതല്ലാണ്ട് ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ ഒരുപാട് ആമ്പിള്ളേർ, നല്ല ജോലിയുള്ള, നല്ല ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള, നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ, ഒരുപാട് ചെറുപ്പക്കാർ പിള്ളേർ കല്യാണം കഴിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് കല്യാണം കഴിക്കാൻ മാത്രമേ പെൺകുട്ടികളെ കിട്ടാതുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും കിട്ടും. എല്ലാ കാര്യങ്ങൾക്കും A to Z കാര്യങ്ങൾക്ക് പെൺകുട്ടികളെ കിട്ടും. അവർക്കത് മതി. അവരുടെ ആ പെൺകുട്ടി പറഞ്ഞു കേട്ടിട്ട് ഞങ്ങൾക്കെല്ലാം ഒരു ചളുപ്പ് തോന്നിയെങ്കിലും പിന്നെ ചിന്തിച്ച് നോക്കിയപ്പം അവൻ്റെ 4 വർഷത്തെ പ്രണയം ഈ 3 ദിവസം കൊണ്ട് തീർന്നെങ്കിൽ അത്ര തന്നെ ഉള്ളൂ. ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു ക്യൂരിയോസിറ്റി, എന്താണ് അവളെന്ന് അറിയാനുള്ള ആ ഒരു ദ്വര അതങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ കല്യാണം കഴിക്കേണ്ട എന്നുള്ള തീരുമാനമായി.
അപ്പോൾ ഈ 3 ദിവസത്തെ കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ ജീവിതകാലം മൊത്തം ഒരു പണ്ട് കാരണവന്മാർ പറയും, ചായക്കടയിലൊക്കെ ഇരിക്കുന്ന ചേട്ടന്മാർ പറയും, ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ചായക്കട വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. ഏകദേശം അതായിരുന്നു അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അവർക്ക് ആവശ്യം എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞ് ആ ആവശ്യം അവർ നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങോട്ട് മാറി. അപ്പോൾ ഇത് പറയണമെന്ന് തോന്നി, ഇത് ഇത്രയും അറിഞ്ഞപ്പോൾ പറയണമെന്ന് തോന്നി, അങ്ങനെ വന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.